ഏറ്റവും വിഷമമുള്ള ഒരു കമന്റ് ഞാനിവിടെ കൊടുക്കാം. എനിക്ക് ഇതൊക്കെ നിർത്തിക്ക് പോയാലോ ചോദിച്ചു. കാരണം സീരിയസ്ലി എനിക്ക് ഭയങ്കര വിഷമം. ഇത്രയും വൃത്തികെട്ട കമന്റ്സ് എങ്ങനെയാ വെക്കണം? അതായത് സ്ത്രീയെ വെറും ഒരു സെക്സി ആയുള്ള ഒരു ഉപഭോഗസ്റ്റായിട്ട് മാത്രം കാണുന്നതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ വീഡിയോസിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ചില കമൻറ്റ്സ്, പിന്നെ എൻ്റെ 2 വീഡിയോ ട്രോളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളുടെ പേര് മല്ലൂരസിക്ക് എന്നുള്ള അങ്ങനത്തെ ഒരു ട്രോൾ വീഡിയോ ആണ്. ഇപ്പം അതിനെ നോക്കി കാണില്ല. അപ്പോൾ അതിനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണ്. അതായത് നമ്മുടെ സമൂഹം എങ്ങനെയാണ് എന്താ പറയുക, ഇപ്പോൾ ഒരു സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിനെ കുറിച്ചിട്ട് ഒക്കെ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹം പ്രതികരിക്കുന്നത് എന്നറിയുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് ട്രോളൊക്കെ കിട്ടും. ഇപ്പോൾ സീരിയസ്ലി എനിക്കൊരു രാത്രി എൻ്റെ സീനിയറാണ് എനിക്ക് തയ്ച്ചത്. ഞാൻ ഇരുന്ന് കരഞ്ഞു. സീരിയസ്ലി എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ട്. കാരണം അപ്പോൾ ഞാൻ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ആൾക്കാർ കുറെ കാണും. അതായത് എൻ്റെ വീഡിയോ അന്ന് 26K അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ട്രോൾ വീഡിയോ 32K അങ്ങോട്ട് വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നീ അത് പോസിറ്റീവായിട്ട് എടുക്ക്, ഇങ്ങനെ ആൾക്കാരെ ട്രോൾ ചെയ്യുമ്പോൾ കുറേ പേര് ചാനൽ കാണും, നീ ഭയങ്കര ഫേമസ് ആവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഫേമസിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് കോപ്പി സ്ട്രൈക്ക് കൊടുത്തു. 2 വീഡിയോ ഉണ്ടായിരുന്നു, അതിന് 2നും ഞാൻ കോപ്പി സ്ട്രൈക്ക് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം നിങ്ങളൊരു യൂട്യൂബ് പോലൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ ബാക്കിയുള്ളവർക്ക് അതൊരു കോണ്ടന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. പക്ഷെ എനിക്കത് പേഴ്സണലി ഹേർട്ട് ആകുന്ന പോലൊരു ട്രോളായ, ഇപ്പോൾ നോർമൽ ഒരു ട്രോൾ ആണെങ്കിൽ എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഒരുപാട് ട്രോള് എന്താ പറയുക എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇതെനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു ചാനലിലുള്ള എല്ലാ കോണ്ടന്റും ഇങ്ങനത്തെയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ പറയുന്ന ചില സ്റ്റേറ്റ്സ്മെന്റ് മാത്രം എടുത്തിട്ട് ഭയങ്കര വൾഗറായിട്ട് അങ്ങനെ ഫുൾ എന്താ പറയുക ഫുൾ ഒരു സെക്ഷൽ കണ്ടന്റ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ രീതിയിലുള്ള ട്രോളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര നോർമൽ ട്രോളൊക്കെ ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര ഹേർട്ടായി. അപ്പോൾ ഞാൻ ഈ കോപ്പി സ്ട്രൈക്ക് കൊടുത്തു. കോപ്പി സ്ട്രൈക്ക് കൊടുത്തപ്പോൾ ആളെനിക്ക് അയച്ചിട്ടുള്ള മെസ്സേജ് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അങ്ങനെ ആള് എനിക്ക് മെസ്സേജ് അയച്ചു, സോറി ഞാൻ ആളുടെ വീട് ജപ്തിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കോപ്പി സ്ട്രൈക്ക് ഒന്ന് മാറ്റി തരുമോ എന്നൊക്കെ ചോദിച്ചു. ഒരെണ്ണം യൂട്യൂബായിട്ട് കളഞ്ഞു. രണ്ടാമത്തെ ഞാൻ പറഞ്ഞു എന്നാൽ ശരി എൻ്റെ മറ്റേ വീഡിയോയും കൂടി ഇയാളൊക്കെ കളയണം എന്ന് പറഞ്ഞു. അങ്ങനെ ആളത് കളഞ്ഞു, കോംപ്രമൈസ് ആയി. പക്ഷെ എനിക്കത് കുറേ പേര് അങ്ങനെ നിനക്ക് കുറച്ചും കൂടി ഫെയിം കിട്ടുമല്ലോ, പിന്നെ നീ എന്തിനത് എന്തുകൊണ്ട് കളഞ്ഞ എന്താ പറയുക വേണമെന്ന് വെച്ചു പറഞ്ഞു. എനിക്ക് അങ്ങനെ ഫെയിം താല്പര്യമില്ല. പിന്നെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു നീയും വ്യൂസ് കിട്ടാൻ വേണ്ടിയല്ലേ ഇങ്ങനത്തെ കോണ്ടന്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. എനിക്കറിയില്ല കേട്ടോ. ഇനി ഇപ്പം എൻ്റെ ഫ്രണ്ട് ഉണ്ട് കൃഷ്ണ, അവളിപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ പറയും റോം ഉണർന്നു. ഏതെല്ലാം റോമയെന്നറിയാം, നമ്മുടെ നോട്ട്ബുക്കിലെ റോം ഉണർന്നു എന്ന് പറയും. അത് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ റിയൽ ലൈഫിലാണെങ്കിലും ഞാൻ കുറച്ചും കൂടി ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനാണെങ്കിലും ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കോണ്ടന്റ് ഇടാനായിട്ടുള്ള കാരണം. അല്ലാതെ വ്യൂസ് എന്ന് മാത്രമല്ല, വ്യൂസിന് വേണ്ടി മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. പിന്നെ അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു മോശപ്പെട്ടൊരു സംഗതിയാണെന്ന് എനിക്ക് തോന്നില്ല. നമ്മളിപ്പോൾ എന്താ പറയുക സെക്സ് എഡ്യൂക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെക്സ് എന്നൊരു വാക്ക് മാത്രമായിരിക്കും നിങ്ങളവിടെ എന്താ പറയുക ഊന്നൽ കൊടുക്കുന്നുണ്ടായിരിക്കുമോ. അപ്പോൾ അതിന് എനിക്കൊന്നും പറയാനില്ല. വ്യൂസിന് വേണ്ടിയിട്ടല്ല ഞാൻ, വ്യൂസിനും വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, പക്ഷേ വ്യൂസിന് വേണ്ടി മാത്രമല്ല വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും വിഷമമുള്ള ഒരു കമൻറ്റ് ഞാനിവിടെ കൊടുക്കാം. അതുപോലെ ഒരു രാത്രിയാണ്. ഞങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ഒക്കെ അങ്ങനെ നോക്കിയാൽ രാത്രിയൊക്കെയാണ്. കാരണം ഇപ്പം എനിക്ക് കുറേ വർക്ക് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഭാഗത്തേക്ക് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് ഇതൊക്കെ നിർത്തിക്ക് പോയാലോ ചോദിച്ചു. കാരണം സീരിയസ്ലി എനിക്ക് ഭയങ്കര വിഷമം. ഇത്രയും വൃത്തികെട്ട കമൻസ് എങ്ങനെയാണ് വെക്കണം? അതായത് സ്ത്രീയെ വെറും ഒരു സെക്സി ആയുള്ള ഒരു ഉപഭോഗസ്റ്റായിട്ട് മാത്രം കാണുന്നതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അതുകൊണ്ട് ഭയങ്കര വിഷമമായി എന്ന് വെച്ചാൽ എൻ്റെ സങ്കടം. മലയാളികൾ ഇത്രയും തരം താഴ്ന്നു എന്നാലോചിച്ചിട്ട് എനിക്ക് അത്രയും എങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സ്ത്രീയുടെ എന്താ പറയുക. ഞാനൊരു പെൺകുട്ടി, അല്ലെങ്കിൽ 26 വയസ്സായിട്ടുള്ളൂ. ഇപ്പോൾ ആര് കമന്റ് ഇട്ടാലോട്ടെ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു 26 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ എനിക്കത് ഭയങ്കര അരോചകമായിട്ട് തോന്നി. പിന്നെ ഞാൻ അഭിനയിച്ചൊക്കെ ഇങ്ങനത്തെ കോണ്ടന്റ് ഒക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നി. പിന്നെ എനിക്ക് തോന്നി ഞാൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ചെയ്യുന്നത് തെറ്റല്ല എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ പിന്നെ ഞാനങ്ങനെ നിർത്തേണ്ട ആവശ്യം ഇല്ലയെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇനിയും വീഡിയോസ് ഇടും. അങ്ങനെ കുറേ കമൻറ്റ്സ് വരാറുണ്ട് കേട്ടോ. പക്ഷെ ഞാനത് റിമൂവ് ചെയ്ത് കളയും, ഞാൻ അക്കൗണ്ടിൽ ഇട്ടില്ല. പിന്നെ മറ്റേ സ്വപ്നസ്കലനം എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു വീഡിയോ കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഞാൻ വീഡിയോയിടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമന്റുകൾ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ കളഞ്ഞല്ല, അതൊക്കെ എപ്പോഴും എൻ്റെ അക്കൗണ്ടിൽ ഒന്ന് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ബുദ്ധിയില്ലാത്തൊരു പറയും, അങ്ങനെ ബുദ്ധിയില്ലാത്ത കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരത് എന്താ പറയുക, അവർക്ക് അങ്ങനെ എന്താ പറയുക കമന്റ് ഇടുമ്പോൾ സന്തോഷം കിട്ടണമെങ്കിൽ അത് സന്തോഷം കിട്ടിക്കോട്ടെ, അതൊന്നും ഞാൻ കളഞ്ഞില്ല. പക്ഷെ ഭയങ്കര വൾഗറായിട്ടുള്ള കമന്റ്സ് വരുമ്പോൾ ഞാനത് റിമൂവ് ചെയ്ത് കളയും. നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ യൂട്യൂബ് ഉള്ള സ്ഥിതിക്ക് നമുക്ക് കളയാലോ. അപ്പോൾ ഇങ്ങനെ കമന്റ് ഇടുന്നവരാണ് ഞാൻ ഇനിയും വീഡിയോസ് ഇടും. എനിക്ക് അപ്പോൾ ഒരു നിമിഷത്തേക്ക് വേണ്ട ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഇടണ്ടാന്ന് തോന്നിയെങ്കിലും ഞാൻ ചെയ്യുന്ന തെറ്റല്ല. അല്ലെങ്കിൽ ഞാനൊരാൾക്ക് ഒരു ഇൻഫോർമേഷൻ, അതായത് ഇതറിയാത്ത പലരും ഉണ്ട്, അതായത് ഞാൻ പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും അറിയാത്ത പലരുണ്ട്. അപ്പോൾ അവർക്കൊരു ഇൻഫോർമേഷൻ എന്ന രീതിക്കാണ് ഇടുന്നത്. അപ്പോൾ അത് നിങ്ങൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇടും. നിങ്ങൾക്ക് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോളൂ, ഞാനത് റിമൂവ് ചെയ്ത് കളയും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ഇനിയും വീഡിയോസ് ഇടും, എനിക്ക് അത്രയും മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ നമുക്കിനി അടുത്ത് ഇതിലും നിങ്ങൾ ഈ ഇതിട്ടിട്ടില്ലേ നെഗറ്റീവ് കമന്റ്സ് ഇല്ലേ, അതിനും വലിയ വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.